അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 11 എപ്പിസോഡായിട്ടാണ് ഗൈസ്. സോ നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോണത് ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം. യെസ്, നമുക്ക് ഇവിടെ ഷുഗർ കെയിൻ ഫാം ഉണ്ടായിരുന്നു, അത് വലിയൊരു ഫാമാണ്. കണ്ട ഇപ്പോൾ സൈഡ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നെതറും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഇതാ ഹാപ്പി കാസ്റ്റിനെ കൊണ്ടുവന്നു. യെസ്, ഹാപ്പി കാസ്റ്റ് ഇപ്പോൾ വലുതായിട്ട് പറന്ന് നടക്കുന്നുണ്ട്, അങ്ങ് ദൂരെ പോയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സംഭവം സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് ഒരു അതിനെന്താ പറയുക, ഹാർനസ് അങ്ങനെ എന്തോ സാധനം ഉണ്ട്, അത് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും കാര്യങ്ങളും കയ്യിലുണ്ട്, അത് വെച്ചാണ് നമുക്ക് ഷുഗർ കെയിൻ ഫാമും കാര്യങ്ങളും ഉണ്ടാക്കണം. ജസ്റ്റ് നമുക്കത് വേഗം കാര്യങ്ങളും ഫിനിഷ് ആക്കണം. ജസ്റ്റ് നമുക്ക് അതിൽ കുറച്ച് ബ്ലോക്സ് ഉണ്ട്. പിന്നെ പിന്നെ ട്രേഡിങ് ഹാള് കുറച്ച് വിഷയമാണ്. എന്നോട് എല്ലാം പൈസ കൂടുതലുള്ള എടുത്തു. എന്നോട് ഷാർപ്നെസ്സിനൊക്കെ 62, എഫിഷ്യൻസി 5-ന് 64. ഭയങ്കര പണിയാണ് ഗൈസ്, കുറേ നേരം എഫ് കേൾക്കണം, എന്നാലേ അത്യാവശ്യം അയണും കാര്യങ്ങളും കിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് നമുക്ക് ഹാർനസ് അങ്ങനെ എന്തോ സാധനം ഉണ്ട്, എപ്പികാസ്റ്റിന് ഇട്ട് കൊടുക്കുന്ന സംഭവം. നമുക്ക് നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യുക ഗൈസ് ഈ ഹാപ്പി കാസ്റ്റിന് ഇടാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് വൂള് വേണം, പിന്നെ ഗ്ലാസും വേണം, പിന്നെ ഒരു ലെതറും വേണം തോന്നുന്നു. ലെതറും കാര്യങ്ങളും എടുക്കണം ഗൈസ്. ലെതറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബാക്കിയുള്ള ലെതർ ഇതിൽ വെക്കാം. കുറേ 48 ലെതർ ഉണ്ട്. കാരണം നമ്മളെ കൗ ഫാമാണ്, കൗ ക്രഷർ ഫാമിൽ കുറേ ഇതും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, നമ്മളെന്താ ഹാർനസ് അങ്ങനെ എന്തോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എഴുതി ഇവിടെ ഉണ്ടാ, ഇനി എങ്ങനെ ഇടിയിപ്പിക്കുക നോക്കട്ടെ ഗൈസ്. സോ ഗൈസ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാറ്. 1K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 1K അടിക്കാൻ ഇനി 200 സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. 200 വേണ്ട, 150. ഓ ഇട്ടിട്ട് അടിച്ചു. സോറി. അതിൻ്റെ ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് അല്ലേ, ലെഫ്റ്റ് ക്ലിക്ക് അയക്കണം ഗൈസ്. ലെഫ്റ്റ് ക്ലിക്ക് ഞങ്ങുന്നില്ല. എന്താ കിട്ടുന്നില്ല? പറന്നങ്ങ് പോകുന്നു ഗൈസ്. ഓ ഇനി ചാടിപ്പിടിച്ചാൽ കിട്ടിയില്ല. ഓ കിട്ടിയില്ല. ഇതിനെങ്ങനെ ഇപ്പോൾ വിളിച്ചു വരുത്തുക? അതായിട്ട് എഴുതുന്നുണ്ട്. ലെഫ്റ്റ് ക്ലിക്ക് ക്ലിക്ക് ചെയ്തു. ഓ ഗൈസ്, നമ്മളെ ഹാപ്പി കാസ്റ്റിനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മോനെ, ഹാപ്പി കാസ്റ്റ് സീന സാധനമല്ലേ ഇത് അത്യാവശ്യം നല്ല ഉപയോഗമുള്ള സാധനമാണ്. ആൻഡ് ഇത് മറ്റേ പാവപ്പെട്ടവൻ്റെ എലേറ്റർ എന്ന് പറയുന്നത് പോലെയാണ്. യെസ്. ഓ നല്ല സുഖമുണ്ട് കാണാൻ കേട്ടോ. ഞാൻ ഇപ്പം 2ാമത്തെ പ്രാവശ്യമായിട്ടാണെന്ന് തോന്നുന്നു ഹാപ്പി കാസിനെ എടുക്കുന്നുള്ളൂ. ഓക്കെ, നല്ല സുഖമുണ്ടല്ലേ, കാണാനും നല്ല രസമുണ്ട്. സോ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ പറ്റൂടാ, എയറിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും സെറ്റാക്കണമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഉപകാരമായിരിക്കും. എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ML ചെയ്യാന്നൊക്കെ ഗൈസ്. പണിപാളിക്കില്ലാലോ. ഇല്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഏരിയയിലായിട്ട് ഇവിടെ കുറച്ച് ടോർച്ച്, ഇവിടെ ഒന്നും വെളിച്ചേ ഇല്ല ഗൈസ്. നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് എഫിഷ്യൻസി 5 ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഷവലിൽ. അതുകൊണ്ട് ഭയങ്കര സ്പീഡായിരിക്കും, അതുകൊണ്ട് മെല്ലെ പോയിക്കണം. ഓക്കെ, ഈ ഒരു ഏരിയയിലായിട്ടാണ് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഷുഗർ കെയിൻ ഫാം എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാ ഇങ്ങനെ ഹോപ്പറും കാര്യങ്ങളും വെക്കാതെ കണ്ട, ഇങ്ങനെ 10 ബ്ലോക്കാണ് ഞാൻ വെച്ചത്. 10 ബ്ലോക്ക് ഹോപ്പറും കാര്യങ്ങളും വെച്ചിട്ട് കുറച്ച് ഡേർട്ടും കാര്യങ്ങളും വേണം. എന്നിട്ട് ആ ഹോപ്പർ വെച്ചതിൻ്റെ മുകളിൽ മൊത്തം ഡേർട്ട് വെക്കുക. എന്നിട്ട് അത് മൊത്തം ഫില്ലാക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വാട്ടർ ബക്കറ്റ്, ഇവിടെ ഒരു അടയാളത്തിന് വേണ്ടി ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. ആൻഡ് ഒരു ഫുള്ള് വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് മഡ് ബ്ലോക്ക് ആക്കണം. മഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു ഹൈറ്റ് കുറഞ്ഞ സംഭവിക്കും. അതിൻ്റെ മുകളിൽ എന്തെറിഞ്ഞാലും അത് ഹോപ്പർ പിക്ക് ചെയ്യും. അതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ കെയിൻ നടുകയും ചെയ്യാം. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഈ ബിൽഡ് ഒന്ന് ഫിനിഷ് ആക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ്
നിങ്ങൾ സെറ്റ് ആക്കട്ടെ. അപ്പോൾ മഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് എല്ലാം. ഓക്കെ, ആൻഡ് ജസ്റ്റ് ഇനി ഈ ബിൽഡ് ഒന്ന് ഫിനിഷ് ആക്കണം. അത് ബിൽഡ് ഫിനിഷ് ആക്കിയിട്ട് വരാം. ജസ്റ്റ് അതിനായിട്ട് നമുക്ക് ഒബ്സർവറും കാര്യങ്ങളും വേണം. അതിനാണ് നമുക്ക് നെതർ പോയത്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ ഇത് വെക്കുക. ഫസ്റ്റ് ഒറ്റ ബ്ലോക്കും കാര്യങ്ങളും ഇത് വെക്കുക. എന്ത് നമ്മൾ ബ്ലോക്ക് സാധാ ടെമ്പററി അല്ല, ഒരു ബ്ലോക്കും കാര്യങ്ങളും വെക്കുക ഇങ്ങനെ. എന്നിട്ട് ജസ്റ്റ് ഒരു പിസ്റ്റണും കാര്യങ്ങളും വെക്കണം. ഫസ്റ്റ് പിസ്റ്റണും കാര്യങ്ങളും നിരത്തി വെക്കാം. പിന്നെ പിസ്റ്റണും കാര്യങ്ങളും ഇങ്ങനെ നിരത്തി 10 എണ്ണം ഇങ്ങനെ നിരത്തി അങ്ങ് വെക്കുക. ജസ്റ്റ് സെറ്റ്. ഇപ്പം ഒന്ന് ഓടിപ്പോയി, മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. ജസ്റ്റ് കൊച്ചു മണ്ടത്തരങ്ങൾ എല്ലാവർക്കും പറ്റും, സ്വാഭാവികം. ഇതുവരെ എടുക്കാം. അതിൻ്റെ അപ്പുറം ഒന്നുകൂടിയും വെച്ചിട്ട് ഇത് സെറ്റാക്കാം. ആൻഡ് ഇതിൻ്റെ മുകളിൽ ഒബ്സർവറും കാര്യങ്ങളും വെക്കണം. അത് ഇങ്ങോട്ട് നോക്കി വെക്കണം. ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ അങ്ങോട്ട് നോക്കി വെക്കുക. അങ്ങോട്ട് നോക്കിയിട്ട് അപ്പോൾ അപ്പുറം വെക്കണം. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തുനിന്ന് നേരെ ഇങ്ങനെ ഒരു 10 എണ്ണം ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ടില്ല. അത് തന്നെ പക്ഷെ ഇങ്ങനെ നിരത്തി എല്ലാ ഭാഗത്തും വെക്കണം. ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ വെച്ചാൽ കറക്റ്റാണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഒരു 10 എണ്ണം ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഇനി ചെയ്യാൻ പോകുന്നത് ആൻഡ് കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് പിസ്റ്റൻ്റെ ബാക്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ മുകളിൽ കൂടി റെഡ് സ്റ്റോൺ ഒട്ടിച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ റെഡ് സ്റ്റോൺ മൊത്തം ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ ബ്ലോക്ക് വെച്ചാൽ കണ്ട പൊട്ടിച്ചാലും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വന്ന് ഷുഗർ കേൻ നടണം. മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് ബിൽഡും കാര്യങ്ങളൊന്ന് ഫിനിഷ് ആക്കട്ടെ. എന്നിട്ട് ഫസ്റ്റ് ബിൽഡൊന്നുമില്ല, നമ്മളൊരു ചെറിയ കൂട് പോലെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ബിൽഡും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഓഫ് ക്യാമറയൊക്കെ തന്നെ ചെയ്യാം. ഇപ്പോൾ എന്തായാലും സമയമില്ല. ജസ്റ്റ് എന്തായാലും നിരത്തി ഇതുപോലെ ബ്ലോക്ക് മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യേണ്ട സമയമാണ് ഗൈസ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക. യെസ്, ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഫുള്ളായിട്ട് വെച്ചിട്ട് ഇവിടെ ഗ്ലാസ് വെക്കണം. നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി ബ്ലോക്ക് ഉണ്ട്. ഞാൻ അടുത്ത എപ്പിസോഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഓട്ടോ സ്മെൽറ്റർ ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് ഫുഡൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യണം, കുറച്ച് പണിയായിരിക്കും. ആൻഡ് ഇതിവിടെ മൊത്തം നമുക്ക് ഈ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഫിനിഷ് ആകും. പിന്നെ ഗൈസോ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു സീരീസ് ജസ്റ്റ് ഒരു ഇത് തുടങ്ങിയാണ് ഗൈസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു മോജോ ലോഞ്ചർ എന്ന് പറഞ്ഞ സംഭവം നിലവിലിപ്പം ഇല്ല ഗൈസ്, ബാനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ആർക്കും അങ്ങനെ കിട്ടുന്നില്ല. ഈ നിലവിലുള്ളവർക്ക് ഉണ്ട് സംഭവം. ഇത് പ്ലേ സ്റ്റോറിലും കിട്ടുന്നില്ല, ബീറ്റ APKയും കിട്ടുന്നില്ല. ഒരു ബൈക്കായി അതുകൊണ്ട് ട്യൂട്ടോറിയലും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പണി തന്നു, ആരൊക്കെയോ ചേർന്നൊരു പണി തന്നു. ഇങ്ങനെ സെറ്റ് ആയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ഗ്ലാസ് വെക്കണം. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആയിരിക്കും. ഓക്കെ, എന്നോട് വെള്ളം ഒഴിക്കാൻ മറന്നു കഴിഞ്ഞു. അടിയിൽ വെള്ളം ഒഴിച്ചിട്ടില്ലേ, അതുകൊണ്ട് ക്ഷമിക്കണം. നിങ്ങൾ ഇത് നോക്കി ഏറ്റവും ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി ഒഴിക്കണം അവിടെ. ഓക്കെ, അപ്പോൾ നട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് മൊത്തം ഒന്ന് ഗ്ലാസ് വെച്ച് മൂടിയ സെറ്റാണ്. ഇതും കാര്യങ്ങളും കംപ്ലീറ്റ് ആവും. അതിന് കുറച്ച് ടെക്സ്ചറും കാര്യങ്ങളും കിട്ടാൻ കുറച്ച് ഒരു ബ്ലോക്ക് എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, വേറൊന്നുമില്ല. ഓക്കെ, അത് കുറച്ച് ഡിസൈനും മാത്രമായിട്ട് വെച്ചാണ്. ഈറ്റ കോബിൾ സ്റ്റോൺ കിട്ടുകയാണെങ്കിൽ കോബിൾ സ്റ്റോണും കാര്യങ്ങളും ഇങ്ങനത്തെ സൈഡിൽ പൊട്ടിച്ചിട്ട് ഒരു കോബിൾ സ്റ്റോൺ ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സ്പ്രൂസ് മരമൊക്കെ കൊണ്ട് അത് ബോറല്ലേ, അത് ബോറാണ് ഗൈസ്. ആൻഡ് ഈ ഗ്ലാസും കൂടി വെച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ അങ്ങനെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടുന്ന് കുറച്ച് ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന, പിന്നെ ഇൻപുട്ട് ചെസ്റ്റും കാര്യങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കണ്ടു നിന്നവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.